വൈറ്റ് ഹൌസ് കറസ്പോണ്ടന്റ് ഡിന്നറിനിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ നിർണായക തെളിവുകൾ പുറത്ത്. പ്രതിയായ കോൾ തോമസ് അല്ലൻ സെൻസർ ഗേറ്റുകൾ ഭേദിച്ച് ഓടുന്നതും പോലീസ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർക്കുന്നതുമായ ദൃശ്യങ്ങളാണ് യുഎസ് ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ വ്യാഴാഴ്ച പുറത്തുവിട്ടത്. വാഷിംഗ്ടൺ ഡിസിയിലെ യുഎസ് അറ്റോർണിയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുതിയതും വ്യക്തതയുള്ളതുമായ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. സെൻസർ ഗേറ്റുകൾ മറികടന്ന് കോൾ അല്ലൻ ഹാളിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ബോൾ റൂമിലേക്ക് കുതിക്കുന്നതിനിടെ തടയാൻ ശ്രമിച്ച സീക്രട്ട് സർവീസ് ഏജന്റിന് നേരെ അല്ലൻ വെടിയുതിർക്കുന്നുണ്ട്. ശരവേഗത്തിൽ നീളമുള്ള തോക്കുമായി ഓടുന്ന തോക്കുധാരിയുടെ നേർക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തോക്ക് ചൂണ്ടുന്നതും കാണാം. എന്നാൽ അദ്ദേഹം വെടിയുതിർത്തോ എന്ന് വ്യക്തമല്ല. തൊട്ടു പിന്നാലെ മറ്റു ഉദ്യോഗസ്ഥരും തോക്ക് ചൂണ്ടുന്നുണ്ട്. സുരക്ഷാ ഇടനാഴി കടന്ന് മീറ്ററുകൾ പിന്നിട്ടപ്പോഴേക്കും കോൾ തോമസ് അലനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞിട്ടുണ്ട്. അതേസമയം പിടികൂടുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. തന്റെ രണ്ടാം ടേമിൽ ആദ്യമായാണ് വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് ഡിന്നറിൽ പങ്കെടുക്കാൻ ട്രംപ് എത്തിയത്. അദ്ദേഹത്തെ വധിക്കുക എന്നതായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ചു. ഏപ്രിൽ 25 നടന്ന ചടങ്ങിൽ ട്രംപ് ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും പ്രമുഖ മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടെ 2000 പേർ പങ്കെടുത്തിരുന്നു. വെടിയൊച്ച കേട്ടതോടെ അതീവ ജാഗ്രത പാലിച്ച യുഎസ് സീക്രട്ട് സർവീസ് ട്രംപിനെയും വൈസ് പ്രസിഡന്റ് JD വാൻസിനെയും അതിവേഗം സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തിക്കുകയായിരുന്നു. അതേസമയം അത്താഴ വിരുന്നിന് തലേദിവസം അതിഥി എന്ന നിലയിൽ ഹോട്ടലിൽ എത്തിയ അലൻ സ്ഥലങ്ങൾ പതിയിരുന്ന് നിരീക്ഷിക്കുന്നത് വീഡിയോയിൽ കാണാമെന്ന് യുഎസ് നീതിന്യായ വകുപ്പ് പറഞ്ഞു. തോക്കുകളും കത്തികളും ഇയാളുടെ കൈവശമുണ്ടായിരുന്നുവെന്നും അവർ വ്യക്തമാക്കി. വെടിയൊച്ച കേട്ടതോടെ സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ സ്റ്റേജിൽ പ്രവേശിക്കുകയും ട്രംപിനെ വളയുകയും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തു. ട്രംപിനെ സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ വളയുന്നതിന്റെയും അദ്ദേഹത്തെ സുരക്ഷിതമായ ഭാഗത്തേക്ക് മാറ്റുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. വെടിയൊച്ച കേട്ടതോടെ അത്താഴ വിരുന്ന് നടന്ന ഹാളിൽ പരിഭ്രാന്തി പരത്തി. ഹാളിനുള്ളിലുണ്ടായിരുന്നവരെയും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി. പരിപാടി ആസൂത്രണം ചെയ്തതുപോലെ നടക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതോടെ പുനരാരംഭിച്ചു. പരിപാടിയിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹം ട്രംപ് പങ്കുവച്ചെങ്കിലും സുരക്ഷാ സംഘം സാഹചര്യം വിവരിച്ചതോടെ അദ്ദേഹം പിൻവാങ്ങിയതായി വാർത്താ ഏജൻസിയായ CNN റിപ്പോർട്ട് ചെയ്തു. ആക്രമിച്ചയാൾ തോക്കുമായി സുരക്ഷാ പരിശോധനയിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുകയും ബോൾ റൂമിൽ എത്തുന്നതിന് മുൻപ് സീക്രട്ട് സർവീസ് ഇയാളെ തടയുകയും ചെയ്തു. 5 മുതൽ 8 റൗണ്ട് വരെ വെടിയുതിർത്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആർക്കും പരിക്കില്ല. ട്രംപിനെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുന്നതിനിടെ ഹാളിൽ ഉണ്ടായിരുന്നവർ ഭയത്തോടെ മേശകൾക്കിടയിൽ ഒളിക്കുകയും ചെയ്തു. പിന്നാലെ ഇവരെ സുരക്ഷാ സംഘം സുരക്ഷിതമായ സ്ഥലത്തേക്ക് നീക്കി. പ്രദേശത്താകെ കനത്ത സുരക്ഷയാണ് പിന്നാലെ ഒരുക്കിയത്. 2024 ജൂലൈയിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനിടെ പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ നടന്ന ഒരു പ്രചാരണ റാലിക്കിടെ ഒരു തോക്കുധാരി ഡൊണാൾഡ് ട്രംപിന് നേരെ നിരവധി തവണ വെടിയുതിർത്തു. വേദിയിൽ വെച്ച് അപ്രതീക്ഷിതമായി വെടിയൊച്ചകൾ ഉയർന്നതോടെ സീക്രട്ട് സർവീസ് ഏജന്റുമാർ അദ്ദേഹത്തിന് ചുറ്റും സുരക്ഷാ കവചമൊരുക്കി. ഈ സംഭവം അവിടെയുണ്ടായിരുന്നവർക്കിടയിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഏകദേശം 2 മാസങ്ങൾക്ക് ശേഷം 2024 സെപ്റ്റംബറിൽ ഫ്ലോറിഡയിൽ പാം ബീച്ചിലുള്ള മാർ എലാഗോ ഗോൾഫ് കോഴ്സിന് സമീപം ആയുധധാരിയായ ഒരാളെ കണ്ടെത്തിയതോടെ ട്രംപ് രണ്ടാമത്തെ വധശ്രമത്തെയും നേരിട്ടു. ഉടൻ തന്നെ സീക്രട്ട് സർവീസ് ഏജന്റുമാർ തിരിച്ചു വെടിയുതിർത്തു. ട്രംപിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു. ഈ സംഭവത്തിൽ അദ്ദേഹത്തിന് പരിക്കുകളൊന്നും പറ്റിയിരുന്നില്ല. 2016 ജൂണിൽ നെവാഡയിൽ ലാസ് വെഗാസിൽ നടന്ന ട്രംപിന്റെ റാലിക്കിടെ ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥന്റെ തോക്ക് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. ട്രംപിന് നേരെ ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇയാൾ ഇത് ചെയ്തത്. എന്നാൽ ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇയാളെ പിടികൂടുകയും പിന്നീട് ഇയാൾ ആയുധം കൈവശം വെച്ചതിനും ക്രമസമാധാന ലംഘനത്തിനും കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.